എന്തൊക്കെ നമ്മുടെ മുന്നിലുണ്ടോ, കാണുന്നതും കാണാത്തതുമായത് എല്ലാം മനുഷ്യരെ നമുക്ക് വേണ്ടിയാണ്, എല്ലാം നമുക്ക് വേണ്ടിയാണ്. ഖുർആനിൽ ഒരൊറ്റ പ്രയോഗം മതി അത് മനസ്സിലാക്കാൻ. ലോകത്ത് എന്തൊക്കെയുണ്ടോ, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നിങ്ങൾ എന്നത് ആരാണ്? മനുഷ്യരെ, നമ്മളാണ്. ഇവിടുത്തെ ഈ ലൈറ്റിന് ചുറ്റും പാറിക്കളിക്കുന്ന കൊച്ചു പ്രാണികൾ നമുക്ക് വേണ്ടിയാണ്. ഈ ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ കണ്ടവരാണ് നമ്മൾ, പക്ഷികളെ കണ്ടവരാണ് നമ്മൾ. നമുക്ക് വേണ്ടിയാണ്. കടലിന്റെ ആഴിയിലേക്ക് ഓളിയിട്ട് പോകുന്ന കോടാനുകോടി ജീവജാലങ്ങൾ നമുക്ക് വേണ്ടിയാണ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തെ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്. നാക്കാലികൾ, ഇവിടുത്തെ പട്ടികൾ, പന്നികൾ നമുക്ക് കടിക്കാൻ പാടില്ല. കാലുകൊണ്ട് ഇറുക്കി പിടിച്ച് കൊത്തി പഠിക്കുന്ന കാക്കയെ നമുക്ക് കടിക്കാൻ പാടില്ല. പരുന്തിനെ കടിക്കാൻ പാടില്ല, കടികനെ കടിക്കാൻ പാടില്ല, ഇതുപോലെയുള്ള പക്ഷികളെ കടിക്കാൻ പാടില്ല, തേറ്റയുള്ള മൃഗങ്ങളെ കടിക്കാൻ പാടില്ല. പട്ടി, പന്നി ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് കടിക്കാൻ പാടില്ലെങ്കിലും പക്ഷേ അതൊക്കെ ഭൂമിയുടെ സന്തുലിതമായ അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ആവശ്യമാണ്. അപ്പൊ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ റബ്ബ്, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമുക്ക് ഈ സൗകര്യമൊരുക്കി തന്നത്? എന്തിനാ നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്? ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ശബ്ദം കേൾക്കുന്നവരെ, എന്തിനാ ഭൂമിയിലേക്ക് നമ്മൾ വന്നത്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ച്. എങ്ങനെ? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ അനുസരിച്ച്, അവനോട് നന്ദി കാണിച്ച്, അവനോട് നന്ദികേട് കാണിക്കാതെ കേവലം ഒരു 40, 50, 60 കൊല്ലം നമുക്ക് തരുന്നുവെങ്കിൽ അവന് നന്ദിയുള്ള അടിമയായി പ്രാർത്ഥനകൾ അവനിലേക്ക് മാത്രം തിരിച്ച് ആരാധനാ കർമ്മങ്ങളുടെ മുച്ചൂട് രംഗങ്ങളെയും ആരാധനകളുടെ മൈന്യൂട്ട് പോയിന്റുകളെ അവനിലേക്ക് മാത്രമാക്കി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ മുഴുവനും അവനോട്. എനിക്ക് വിഷമമുണ്ട്, എന്റെ ഉമ്മക്ക് വിഷമമുണ്ട്, എന്റെ വാപ്പക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്, എല്ലാം റബ്ബിന്റെ മുന്നിലേക്ക് പ്രാർത്ഥനയായി എന്ത് നിർവഹിക്കുന്നുണ്ടോ എല്ലാം റബ്ബിന്റെ മുന്നിലേക്ക്, നേർച്ചയായി എന്ത് നിർവഹിക്കുന്നുണ്ടോ എല്ലാം റബ്ബിന്റെ കൂലി ആഗ്രഹിച്ച്, വഴിപാടുകൾ എന്തൊക്കെയുണ്ടോ എല്ലാം അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്, സത്യം ചെയ്യുന്ന ഏതൊക്കെ ഘട്ടം വന്നിട്ടുണ്ടോ റബ്ബിന്റെ പേരിലല്ലാതെ മറ്റൊരാളുടെ പേരിലുമില്ല. ഈ ഒരു നന്ദി കാണിക്കാൻ ക്യാഷിന്റെ മുടക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? ക്യാഷിന്റെ മുടക്കുണ്ടോ? ഒരിക്കലില്ല. ഞാൻ എന്റെ റബ്ബിനോട്, എന്നെ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് ബേക്കലിൽ ഒരു മനുഷ്യൻ തീരുമാനിക്കാൻ, നാളെ മുതൽ തുടങ്ങാം. അതിനൊരു ഒരു ഫൗണ്ടേഷൻ വേണം, ഒരു ബേസ്മെന്റ് തുടങ്ങണം. ഇതൊന്നുമില്ല. എത്ര എളുപ്പമാണ്, എത്ര സിമ്പിളാണ്. എന്റെ മനസ്സുകൊണ്ടൊരു തീരുമാനം നടത്തിയാൽ മതി. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എല്ലാ നേർച്ചകളും വഴിപാടുകളും പടച്ചവന്റെ കൂലി ആഗ്രഹിച്ച് മാത്രമേ നിർവഹിക്കുകയുള്ളൂ. ഇനി എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രതിസന്ധി കടന്നു വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഏതുപോലെ? പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഒരൊറ്റ പ്രാർത്ഥന. ബേക്കലിലെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥന, അത് മാത്രം ചൊല്ലിയാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഖുർആനിലെ 100 കണക്കിന് പ്രാർത്ഥനകളിൽ നിങ്ങളൊന്ന് പോയി പരിശോധിച്ചോ. ഏത് മുസ്ലിം സംഘത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയ ഖുർആനിന്റെ പരിഭാഷയില്ലേ, അതൊന്നും മറിച്ചിട്ട് 1-ാം അധ്യായം സൂറത്തിൽ ഫാത്തിഹ മുതൽ 2 ബഖറ, 3 ആൽ ഇംറാൻ, 4 നിസാ, 5 മാഇദ, 6 അൻആം, 8 റാഫ്, 8 അൻഫാൽ, 9 തൗബത്ത്, യൂനുസ് മുതൽ 114-ാം അധ്യായം സൂറത്തിൻ നാസ് വരെയുള്ള ഖുർആനിന്റെ പരിഭാഷയെടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഖുർആനിന്റെ പരിഭാഷയെടുത്ത് ഒന്ന് മറിച്ചു നോക്കി 1 മണിക്കൂർ 2 മണിക്കൂർ സമയം ഒന്ന് മറിച്ചു നോക്കിയിട്ട് എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന മുഹമ്മദ് നബിയോട്, നബിയുടെ കാലത്തല്ലേ, നബിക്ക് മേലെയല്ലേ അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങുന്നത്, വിടാം. എന്നാൽ യേശു ക്രിസ്തു ഈസാ നബിയോട്, അതിനു മുമ്പ് കടന്നു വന്ന വേറെ ഏതെങ്കിലും പ്രവാചകന്മാരോട്, ഇബ്രാഹിം നബിയോട്, അള്ളാന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയോട്, ഏതെങ്കിലും ഒരു നബിയോട് ദുആ ചെയ്തത് ഖുർആനിൽ ഒരു വരി പോയിട്ട്, ഒരു വാക്ക് പോയിട്ട്, ഒരക്ഷരം പോലും കണ്ടെത്താൻ ഒരു മുസ്ലിമിനും ഒരു മനുഷ്യനും ലോകത്ത് സാധ്യമല്ല. ഇനി വേണ്ട, ഖുർആൻ അവിടെ മാറ്റി നിർത്ത്. ഖുർആനിൽ ഇല്ല എന്ന് 100% ഉറപ്പാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അത് മുസ്ലിങ്ങളെ നമുക്ക് വേറെ വേറെയാണോ? ടോയ്ലറ്റിൽ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഉറങ്ങാൻ നേരത്ത് ചൊല്ലുന്ന പ്രാർത്ഥന എല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയല്ലേ? ഒരുപാട് പ്രാർത്ഥനകളിൽ എല്ലാവരും എല്ലാം ചൊല്ലണമെന്നില്ല.
ചിലർ ചെല്ലാതെ കിടക്കുന്നു, ചിലർ ചിലത് മാത്രം ചൊല്ലുന്നു. രണ്ട് കൈകളും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് രണ്ട് കൈകളും ചേർത്തു വെച്ച് രണ്ട് കൈകളിലേക്കും ഊതി എന്നിട്ട് ഓതുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്. മുസ്ലിങ്ങളെ, നമുക്ക് വ്യത്യാസമുണ്ടോ? സൂറത്തുൽ ഫലക് രണ്ടാമത്തെ ആ സൂറത്ത് ഓതുന്നു, വീണ്ടും സൂറത്തുൻ നാസ്. ഈ 3 സൂറത്തുകളും ഓതി ശരീരമാസകലം തടവി, കൈയെത്തുന്ന സ്ഥലത്തൊക്കെ തടവി, വീണ്ടും അങ്ങനെ കൈ ചേർത്ത് വെച്ച് കയ്യിലൂതി ഈ 3 സൂറത്തുകൾ ഓതി ശരീരം തടവി, വീണ്ടും കൈ ചേർത്ത് വെച്ച് ഇങ്ങനെ 3 തവണ ചെയ്ത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് ബിസ്മിക റബ്ബി വളഅതു ജംബി, പ്രാർത്ഥനകൾ കുറേയുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ബിസ്മിക, നിന്റെ നാമത്തിലാണ്, അമൂതു, എന്റെ മരണം, വഅഹ്യാ, എന്റെ ജീവിതം. റബ്ബേ, ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ റബ്ബേ നിന്റെ നാമത്തിലാണ് എന്റെ മരണം. റബ്ബേ, ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എന്നും ഉണരുന്നത് പോലെ 4-5 മണിക്ക് 4 മണിക്ക് 3 മണിക്ക് പുലർച്ചെ ഉണരുമ്പോ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ റബ്ബേ നിന്റെ മാർഗത്തിലാണ് എന്റെ ജീവിതം. മുസ്ലിങ്ങളെ, വ്യത്യാസമുണ്ടോ? ഇവിടെ ഉണ്ടോ? അപ്പോ കിടക്കാൻ നേരത്ത് മുസ്ലിങ്ങൾ ചെല്ലുന്ന പ്രാർത്ഥന റബ്ബിനോടാണ്, നബിയോടല്ല. ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, മറ്റേതെങ്കിലും പ്രവാചകന്മാരോടല്ല. അള്ളാഹു നിശ്ചയിച്ചയച്ച പ്രവാചകന്മാരിൽ ശ്രേഷ്ഠവര്യനായ റഹ്മത്തുൽ ലിൽ ആലമീനായ, ലോകർക്ക് അനുഗ്രഹമാണ് എന്ന് പരിചയപ്പെടുത്തിയ തങ്ങളായ നമ്മുടെ നേതാവായ, നമ്മുടെ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ജേട്ടനേക്കാൾ അനിയനേക്കാൾ മക്കളേക്കാൾ ആസ്തിയേക്കാൾ സ്വത്തിനേക്കാൾ സർവ്വതിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായ മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല ഞാനും നിങ്ങളും ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചു കിടക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ്. അതാണ് നിർഭയത്വം. അവനാണ് എന്റെ ഉറക്കത്തിലെ കാവൽ, അവനാണ് എന്റെ യാത്രയിലെ കാവൽ. അതാണ് നിർഭയത്വം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ആ വാഹനത്തിലിരുന്ന് അതേ യാത്ര തുടങ്ങുമ്പോ ഞാനും നിങ്ങളും ചൊല്ലുന്നത് റബ്ബിലേക്ക് ബരമേൽപ്പിക്കുകയാണ്. ഈ വാഹനം കീഴ്പ്പെടുത്തി തന്ന റബ്ബേ, അവൻ എത്ര പരിശുദ്ധനാണ്, അവനെ ഏൽപ്പിക്കുകയാണ്. വീട്ടിൽ നിന്നിറങ്ങാണ് നമ്മൾ രാവിലെ പള്ളിയിലേക്ക് സുബഹിക്ക് പുറപ്പെടുക, യാത്ര പോകാൻ ഇറങ്ങാണ് മുറ്റത്തേക്ക്. നമ്മൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിട്ടായി ഇറങ്ങുന്നത്. വ്യത്യാസമുണ്ടോ മുസ്ലിങ്ങളെ? ഉണ്ടോ? അവിടെ ഏതെങ്കിലും ഒരു നബിയോട് തവക്കുൽ ചെയ്ത് ഇറങ്ങാൻ ഖുർആനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഹദീസിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? ഇതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? കെട്ടിക്കുടുക്കുകൾ ആവശ്യമുണ്ടോ? ഉരാക്കുടുക്കുകൾ ഉണ്ടോ? ഇല്ല. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിലാണ് തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ ഞാൻ ഇതാ ബരമേൽപ്പിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എല്ലാ കഴിവും കാര്യവും അവന്റെ അടുക്കൽ നിന്നല്ലാതെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുസ്ലിം വീട്ടിൽ നിന്നിറങ്ങുന്നത്. അപ്പൊ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അപ്പൊ ഉറങ്ങാൻ നേരത്തെ റബ്ബിനോട്, ഇനി ഉറക്കത്തിന് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് എണീറ്റു. അപ്പൊ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. സാധാരണക്കാരെ ശരിക്കും ചിന്തിച്ചോളി. ഒന്ന് ഞാൻ പറഞ്ഞത്, ഖുർആനിലെ എല്ലാ പ്രാർത്ഥനകളും, മൂസാ നബിയുടെ പ്രാർത്ഥന എടുത്തോളി, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എടുത്തോളി, സുലൈമാൻ നബിയുടെ പ്രാർത്ഥന എടുത്തോളി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന എടുത്തോളി, ആദ്യത്തെ നബിയും ആദ്യത്തെ മനുഷ്യനുമാകുന്ന നമ്മുടെ നേതാവായ അതേ മനുഷ്യരുടെ പിതാവാകുന്ന ആദം നബിയുടെ പ്രാർത്ഥന എടുത്തോളി, ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എടുത്തോളി. എല്ലാം അല്ലാഹുവിനോട്, എല്ലാം അല്ലാഹുവിനോട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. റബ്ബിനോടല്ലാതെ ഒരു പ്രാർത്ഥനയുമില്ല. രണ്ടാമത്തെ ഭാഗം ഞാൻ പറയുന്നത്, നിത്യജീവിതത്തിൽ നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥന എല്ലാം റബ്ബിനോടാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞു, കിടക്കാൻ നേരത്ത് ഉറക്കത്തിൽ നിന്നുണർന്നാൽ, വീട്ടിൽ നിന്നിറങ്ങിയാൽ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ എന്താ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരുപോലെയല്ലേ? ഈ ബേക്കലിൽ പള്ളിയിലെ ഇശാ നിസ്കരിച്ചില്ലേ, മഗ്രിബ് നമസ്കരിച്ചില്ലേ, പള്ളിയിലേക്ക് പലതവണകളായി നമ്മൾ ഇന്ന് കയറിയില്ലേ? എന്താ പറയുന്നത്? വലത്തെ കാലം എടുത്തു വെച്ച് നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നബിയുടെ മേൽ വലത്തെ കാൽ മുന്തിച്ചുകൊണ്ട് നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നുകൊണ്ട് അല്ലാഹ്
കാരുണ്യത്തിന്റെ കവാടങ്ങൾ എന്റെ മേൽ തുറന്നുകൊണ്ട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്ക് കയറുന്നത്. പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും റബ്ബിനോടാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. പടച്ചവനെ, നീ കോപിച്ചവരുടെ മാർഗമല്ല റബ്ബേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് റബ്ബേ ചോദിക്കുന്നത്. ചോദിച്ചില്ലേ? പിഴച്ചവരുടെ മാർഗത്തിലല്ല റബ്ബേ, വഴിതെറ്റിപ്പോയവരുടെ മാർഗത്തിലല്ല റബ്ബേ. പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്. 5 നേരം ഫർളിൽ മാത്രം 17 തവണ പറഞ്ഞില്ലേ? സുന്നത്തിൽ വേറെ പറഞ്ഞില്ലേ? തഹയ്യത്തിൽ വേറെ പറഞ്ഞില്ലേ? ഓരോ നിസ്കാരത്തിന്റെ മുന്നിലും ബാക്കിലുമുള്ള നിസ്കാരത്തിൽ ഇത് പറഞ്ഞിട്ടില്ലേ? ഫർളിന്റെ മുന്നിലും ബാക്കിലുമുള്ള നിസ്കാരത്തിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ലാതെ ഫാത്തിഹ ഓതുമ്പോൾ പറഞ്ഞില്ലേ? എല്ലാം പ്രാർത്ഥനകളാണ്. ഇനി ഫർളായി നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിൽ മുഴുക്ക പ്രാർത്ഥനകളാണ്. നിസ്കാരം കഴിഞ്ഞു അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് റബ്ബിനോടാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം റബ്ബിനോടാണ് പറയുന്നത്. നബിയോടല്ല, ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല, റബ്ബിനോടാണ് പറയുന്നത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടാണ് പറയുന്നത്. റബ്ബേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. അതുകൊണ്ട് റബ്ബേ, ആ സമാധാനം നമ്മൾ ചോദിക്കുകയാണ്. അത് റബ്ബിനോടാണ്. അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അതിന്റെ അർത്ഥം എന്താ മുസ്ലിങ്ങളെ? എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ അർത്ഥം എന്താന്ന് ചോദിക്കുന്നത്? ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹുവേ, നീ തരുന്ന ഒന്നിനെ തടയാൻ പടച്ചവൻ നമ്മുടെ കുടുംബത്തിൽ മരണം തരാൻ വിചാരിച്ചാൽ തടയാൻ ആരുണ്ട്? ബേക്കറിയിലെ വേണ്ടപ്പെട്ടവർ മരിച്ചിട്ടില്ലേ? ഇല്ലേ? ബേക്കറിയിലെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടില്ലേ? ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റി? ആർക്കും തടയാൻ പറ്റില്ല. ഇവിടെ ഒരാളെ പടച്ചവൻ കോടീശ്വരനാക്കി മാറ്റാൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? ഒരാൾക്കൊരു രോഗം കൊടുത്ത് പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് തടയാൻ പറ്റും? അല്ലാഹു തരുന്ന ഒന്നിനെ തടയാനോ റബ്ബ് തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആർക്ക് കഴിയും കൂട്ടരെ? ഒരാൾക്കും കഴിയില്ല എന്ന് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം മുസ്ലിമിനെ കൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറയിപ്പിക്കുകയാണ്. എന്നിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലേ? എന്നിട്ട് ചിന്തിച്ചോ മനുഷ്യര്? എന്നിട്ട് ആലോചിച്ചോ മനുഷ്യര്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങള് വേഗത്തിൽ ഞാൻ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കും. ദീർഘമായ സംസാരം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ബേക്കലിലെ മനുഷ്യരെ, ധാരാളം മുസ്ലിം സംഘടനകളുണ്ട്, കൂട്ടങ്ങളുണ്ട്. അല്ലേ? ലോകത്തില് നമ്മുടെ ഈ ഏതെങ്കിലും അടിസ്ഥാനത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലെ 1, 2, 3 ടീമുകളെ കുറിച്ചൊന്നല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രൈസ്തവർ, യഹൂദികൾ 71ഉം 72ഉം വിഭാഗങ്ങളായി പിരിയുമെന്ന് പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് പറഞ്ഞത് നമ്മളെ ഈ കൂട്ടത്തിലെ കൊച്ചു സംഘങ്ങളെ കുറിച്ചൊന്നുമില്ല. അവിടേക്ക് ഇപ്പം പ്രവേശിക്കുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? യഹൂദികൾ അവർ 71 72 വിഭാഗമാകും. ക്രൈസ്തവർ അവരും ഇങ്ങനെ 71ഉം 72 വിഭാഗങ്ങളുമാകും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വസതഫ്തരികു ഉമ്മതി, സംശയമേ വേണ്ട. അവിടെ പ്രയോഗിച്ച ശൈലി എങ്ങനെയാണ്? വസതഫ്തരികു ഉമ്മതി, സംശയം വേണ്ട, നിസംശയം ഉറപ്പിച്ചോളൂ, എന്റെ ഉമ്മത്ത് ഭിന്നിച്ചു പോകും. അല 73 ഫിർഖ, 73 വിഭാഗങ്ങളായി പിരിയും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ കക്ഷികളായി പിരിഞ്ഞു പോകുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ ടീമും കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. നമ്മൾ സ്വർഗത്തിന്റെ ആള്, മറ്റേ ടീം നരകത്തിന്റെ ആള് എന്ന് പറയാൻ നമുക്കാരും അവകാശം തന്നിട്ടില്ല.
പുഞ്ചിരിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ഇയാൾക്ക് സ്വർഗമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് അധികാരം തന്നിട്ടില്ല. ഇല്ല. ഏതെങ്കിലും മോശാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ നോക്കി ഇയാൾ നരകത്തിലാണെന്ന് പറയാൻ നമുക്ക് അവകാശം തന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ കക്ഷികളായി പിരിഞ്ഞു പോകുന്ന 73 ടീമുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ട് പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ടീം ഒഴികെ. അതാരാ? അതേതെങ്കിലും ഒരു സംഘത്തിന്റെ പേരോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മന്റെ പേരോ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിന്റെ പേരൊന്നും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമാണ് പഠിപ്പിച്ചു തന്നത്. ഇന്ന ടീമിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. എന്താണ് ആ പ്രത്യേകത? മഅന അലൈഹി അൽയൗം വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം വരെ. ഇത് കേൾക്കുന്ന സ്വഹാബത്തിനോട് പറയാ, ഈ ദിവസം വരെ ഞാനും എന്റെ സ്വഹാബത്തും എന്റെ ഉമ്മത്ത് എവിടെ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. എന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഈ കാര്യം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തരികയാണ്. എന്താ പറഞ്ഞത്? ഞാനും എന്റെ സ്വഹാബത്തും എവിടെ നിന്നോ, ഏതൊരു നിലപാടിൽ നിന്നോ അവിടെ നിന്നവർ സ്വർഗത്തിലേക്കുള്ളവരാണ്.